വർഷത്തെ എൻ്റെ പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഈ പുതുവത്സരത്തിൻ്റെ മംഗളാശംസകൾ. ഈ വർഷം എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനമുള്ള വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതിൻ്റെ പേരാണ് കൽമാസ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ ഡിഷിനെ പറ്റി? ഞാൻ കൽമാസ് എന്ന ഒരു ഡിഷിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഒരു ഫുഡാണെന്നാണ് ഓർത്തിരുന്നത്. പക്ഷെ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് കണ്ണൂരുകാരുടെ സ്വന്തം ഡിഷാണ്. അവിടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു ഡിഷാണ് കൽമാസ്. ഞാൻ കോട്ടയത്ത് നിന്നുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിത് വളരെ പുതിയൊരു ഡിഷായിരുന്നു. നിങ്ങൾ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കൽമാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്താലും മതി. പിന്നെ അടുത്തായിട്ട് വേണ്ടത് കുറച്ച് സവാളയാണ്. ഞാനിത് ഒരു അര സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. ഇത് അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് 1 ടീസ്പൂണാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഞാനിതൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂടുതലോ ഒക്കെ ഇടാം. പിന്നെ കുറച്ച് മല്ലിയില വേണം. അത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മസാലകൾ വേണം. അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, അതും 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിനകത്തേക്ക് ഇപ്പം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് ഇളക്കി അതിന് ഒരു 2-3 മിനിറ്റ് അത് സൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് അതൊന്ന് വഴന്നു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കതൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ 3 പൊടി ഇട്ടതിന് ശേഷം അത് ചെറിയ തീയിൽ അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂക്കുന്നത് വരെ അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് മൂത്ത് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം തന്നെ ഇപ്പോൾ ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടെ ഈ സമയത്ത് അങ്ങോട്ട് ആഡ് ചെയ്യാം. ആ ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കുറച്ച് ഉപ്പോടെ നമുക്കിത് ആഡ് ചെയ്യാം. കാരണം ഞാൻ ചിക്കൻ വേവിച്ചത് കുറച്ച് ഉപ്പിട്ടാണ്. പിന്നെ നമ്മുടെ സവോള മൂപ്പിച്ചപ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ഇട്ടാൽ മതി. അതിന് ശേഷം ഇത് നന്നായി മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. നമ്മുടെ കൽമാസിനുള്ള ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഇത് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അരച്ച് ചേർക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അതിന് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഇതൊരു 3/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 ചെറിയ ഉള്ളി അതുണ്ട്. പിന്നെ ഒരു ഞുള്ള് പെരിഞ്ജീരകമുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ സാധാരണ ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട് വേണ്ടത്. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പിട്ട് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കാൻ ഉപയോഗിക്കില്ല, അതുപോലെ നല്ല തിളച്ച വെള്ളം തന്നെ വേണം. ആദ്യമായിട്ട് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഞാനിതൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നമ്മുടെ അരിപ്പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം.
അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും ആ ജീരകവും എല്ലാം കൂടി നമ്മുടെ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴയ്ക്കുകയല്ലേ, അതുപോലെ തന്നെ വേണം, നല്ല തിളച്ച വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം കുറച്ചുകൂടെ വെള്ളം വേണം, ഞാൻ അതോടെ ആഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇപ്പം നോക്കിയപ്പോൾ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊരു ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം ഞാൻ എൻ്റെ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ എടുക്കുന്നു. ഒരു വലിയ നാരങ്ങയുടെ അത്ര മുഴുപ്പുള്ള ഒരു പോർഷൻ നമ്മൾ ഇത്ര എടുത്തു. അത് നന്നായിട്ട് കൈവച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ മറ്റേ കയ്യിൽ വെച്ച്, ഇടത്തെ കയ്യിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കിയല്ലേ, അതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് അതിനകത്തോട്ട് വെക്കണം. ആ ഒരു രൂപത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവെള്ളയിൽ വെച്ച് നമ്മളൊന്ന് പരത്തി അതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തിട്ട് വെക്കണം. അതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് അങ്ങ് അടച്ചു വെക്കണം. അതായത് കോഴിക്കോട്ടൊക്കെ നമ്മൾ ഈ തേങ്ങ വെച്ചിട്ട് അടക്കിയല്ലേ, അതുപോലെ നന്നായിട്ട് അതങ്ങ് അടയ്ക്കണം. നമ്മളിതൊരു ബോളായിട്ട്, നമ്മൾ ഉരുണ്ടതല്ല, കുറച്ച് നീളമുള്ള ഒരു ബോളായിട്ടാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് അങ്ങ് ഉരുട്ടിയെടുക്കണം. കാരണം അതിനകത്ത് വിടവൊന്നും വരരുത്. അങ്ങനെ വിടവ് വരുമ്പോഴത്തേനും നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ മിക്സൊക്കെ പുറത്തോട്ട് പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലായിടവും നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ നീളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. കൽമാസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്നത് കൂടെ അങ്ങോട്ട് ബോളായിട്ട് എടുത്തു വെക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കണം. അതിനുവേണ്ടി ഞാനത് ഒരു അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കോഴിക്കോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ ഓരോന്നങ്ങ് എടുത്ത് വെച്ച് നമ്മൾ ഇത് വേവിക്കണം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്തോളും. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ എല്ലാം തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അതിന് ശേഷം ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് ആറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൽമാസ് ആകാൻ വേണ്ടി ബാക്കി ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് ഞാൻ കാശ്മീർ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഒത്തിരി തിക്കായിട്ടുള്ളതല്ല, എന്നാൽ ഒത്തിരി ലൂസും ആകരുത്. അതിനിടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മുളക് പൊടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ആ കൺസിസ്റ്റൻസി റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മുക്കി വേണം ഈ ഓരോ റൈസ് ബോളും ഉണ്ടല്ലോ, ഈ കൽമാസിൻ്റെ ഓരോന്നും നമ്മൾ ഈ മുളക് പൊടിക്കകത്ത് അതിൻ്റെ മുളകിൻ്റെ മിക്സിനകത്തിട്ട് നമ്മൾ മീനൊക്കെ വറക്കത്തില്ല, അതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേണം നമ്മളിത് കണ്ടോ, ഓരോ റൈസ് ബോളും ഈ കൽമാസിൻ്റെ ഓരോ ബോളും എടുത്തിട്ട് ഇതുപോലെ മുളകിൻ്റെ ആ മിക്സിനകത്ത് ഇതൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മീൻ വറക്കാനിടുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. അതുപോലെ ബാക്കിയുള്ളതോടെ ഇത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ഇതുപോലത്തെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് മൂത്തതിന് ശേഷം നമ്മൾ അതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതുപോലെ എല്ലാ വശവും നന്നായിട്ട് അതിൻ്റെ ആ മുളക് പൊടിയുടെ ആ ഇതെല്ലാം മാറുന്നതിന് വേണ്ടി നന്നായിട്ട് ഓരോ സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നന്നായി മൂത്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് പുറത്തോട്ടെടുക്കാം. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ, ഓരോ സൈഡും അത് നന്നായി മൂത്തിട്ടുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റാം. അപ്പോൾ ഓരോന്നും തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു വെക്കാം. അതിന് ശേഷം നമുക്കിത് ഒരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇത് കണ്ടോ, ഞാനിത് ഒരെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ അരിപ്പൊടി എന്തോരം തിന്നായിട്ട് ചെയ്യാവോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം കുറച്ചുകൂടെ തിന്നായിട്ട് ഉണ്ടാക്കാമെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് കൽമാസ് ഉണ്ടാക്കുന്നതെന്ന്? നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടിയിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ടച്ച് ചെയ്താൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട്, ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുകൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.